നമുക്കറിയാം, അബ്രഹാമിന് 90-ാമത്തെ വയസ്സിലായിരുന്നു അവനൊരു കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ അവൻ വളരെയേറെ ആ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നു, വളരെയേറെ അവൻ ആനന്ദിച്ചിരുന്നു, ആഹ്ലാദിച്ചിരുന്നു, സന്തോഷിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന് സംശയം തോന്നി, ഇവ എന്നെക്കാൾ കൂടുതലായി ഇസ്ഹാക്കിനെ സ്നേഹിക്കുന്നുവോ എന്നറിയുവാൻ അവിടുന്ന് പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന, ആണോ കർത്താവ് എടുത്തു പറയാണ്, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ മോറിയ ദേശത്ത് കൊണ്ട് ചെന്ന് ഞാൻ അവിടെ കാണിച്ചു തരുന്ന സ്ഥലത്ത് അവന് ബലിയർപ്പിക്കുക, യാഗമേ അർപ്പിക്കുക. പ്രിയരെ നോക്കുക, ഈ സ്ഥലം ജെറുസലേമിൽ നിന്നും 3 ദിവസത്തെ യാത്ര ദൂരം ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ ഉടനീളം അബ്രഹാം വേദനിച്ച വേദന ഉണ്ടല്ലോ, അത് വലിയൊരു വേദനയാണ് അല്ലേ? വലിയൊരു വേദനയാണ്, വലിയൊരു വേദന. ഒരുവൻ പെട്ടെന്ന് ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ശിക്ഷ നിസ്സാരമായി തോന്നാം. എന്നാൽ ഞാൻ മറ്റന്നാൾ ശിക്ഷിക്കപ്പെടും, ഞാൻ മറ്റന്നാൾ പ്രഹരമേൽക്കും, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും എന്നുള്ള ചിന്ത ഒരു മനുഷ്യനെ അനുനിമിഷവും ഓരോ നിമിഷവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ഹല്ലേലൂയ. ഇതുപോലെ പ്രിയ സഹോദരങ്ങളെ, തന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ മോറിയ മലയിലേക്ക് ബലിയർപ്പിക്കാനായി അബ്രഹാം കടന്നു പോകുമ്പോൾ വലിയൊരു മരുഭൂമി അവനെ പിടികൂടിയിരുന്നു, വലിയൊരു ശൂന്യത അവനെ പിടികൂടിയിരുന്നു. അവൻ ഒന്ന് വിശ്വസിച്ചിരുന്നു, തന്നോട് വാഗ്ദാനം ചെയ്ത കർത്താവ്, തനിക്ക് ഇസ്ഹാക്കിന് നൽകിയ കർത്താവിന് ഇസ്ഹാക്കിന് പകരം ഒരു 100 ഇസ്ഹാക്കിന് നൽകാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ ദൈവഭക്തരായ ഓരോരുത്തർക്കും ജീവിതത്തിലുടനീളം ഉണ്ടാകും. പക്ഷെ ഈ സമയങ്ങളിലെല്ലാം നമുക്ക് വളരെ പുച്ഛത്തോടുകൂടി ഈ സാഹചര്യങ്ങളെ ഒന്ന് കളിയാക്കി പുച്ഛിച്ചു തള്ളാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. എന്നാലേ സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെ വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. 3 ദിവസം യാത്രയിൽ പോലും അബ്രഹാം ഒരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അവർ വിശ്വാസമുണ്ടായിരുന്നു. കൽദായ ദേശത്തു നിന്ന് എന്നെ വിളിച്ചു വരുത്തിയ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, ഇസ്ഹാക്ക് അബ്രഹാമിനെ ചോദിക്കുന്നുണ്ടായിരുന്നു, പിതാവേ, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എന്നാൽ യാഗത്തിനുള്ള ആടവിടെ? അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ആവശ്യം വന്നാലും ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. ദൈവമേ, ഈ ഭജനം നൽകിയ കൃപയോർത്ത് കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഹല്ലേലൂയ പുച്ഛത്തോടെ ഒരു ചിരിച്ച് തള്ളിക്കളവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ആത്മീയമായി ശക്തിപ്പെടുത്തണമേ. ആമേൻ.